മെറൈ അസറ്റ് സ്മോൾ ക്യാപ് ഫണ്ട്. മെറൈ അസറ്റ് മാനേജ്മെന്റ് കമ്പനി സ്മോൾ ക്യാപ് ഫണ്ടിന്റെ കാറ്റഗറിയിൽ ഒരു പുതിയ ഫണ്ട് ലോഞ്ച് ചെയ്യുന്നു. ജാനുവരി 10 മുതൽ ജാനുവരി 24 വരെയും ഈ ഫണ്ടിന്റെ യൂണിറ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ കാറ്റഗറിയിൽ ഇന്ന് ഇന്ത്യയിൽ 27 ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ ഫണ്ടുകളിൽ നിന്നുള്ള റിട്ടേൺസ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 45% പല ഫണ്ടുകളിൽ നിന്നും റിട്ടേൺസ് ലഭിച്ചിട്ടുണ്ട്. ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം ലഭിച്ച റിട്ടേൺസ് ഏകദേശം 45%. ബാങ്ക് ഓഫ് ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് 31.66%, ഇൻവെസ്കോ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് 38.99%, LIC മ്യൂച്വൽ ഫണ്ടിന്റെ സ്മോൾ ക്യാപ് ഫണ്ട് 41%, മോട്ടിലാൽ ഓസ്വാൾ സ്മോൾ ക്യാപ് ഫണ്ട് 48%, ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട് 33% കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺസ് ആണ്. 27 ഫണ്ടുകളിൽ 30% കൂടുതൽ ആനുവൽ റിട്ടേൺസ് കൊടുത്ത പേരുകൾ മാത്രമാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. പക്ഷേ ഈ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഓൺ ആൻ ആവറേജ് 25% കൂടുതൽ ആനുവൽ റിട്ടേൺസ് കഴിഞ്ഞ വർഷം നൽകിയിട്ടുണ്ട്. ഈ സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ കഴിഞ്ഞ 3 വർഷത്തെയും അല്ലെങ്കിൽ 5 വർഷത്തെയും പെർഫോമൻസ് നമ്മൾ നോക്കിയാൽ 3 വർഷത്തിൽ ഓൺ ആൻ ആവറേജ് 25% കൂടുതൽ റിട്ടേൺസും, കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺസ് പരിശോധിച്ചാൽ ഏകദേശം ഓൺ ആൻ ആവറേജ് 35% കൂടുതൽ റിട്ടേൺസും ഈ ഫണ്ടുകൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇക്വിറ്റി ഡൈവേഴ്സിഫൈഡ് ഫണ്ടുകളുടെ കാറ്റഗറിയിൽ തന്നെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഫണ്ടാണ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. പൊതുവെ സ്മോൾ ക്യാപ് ഫണ്ടുകൾ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ആണെങ്കിൽ തന്നെയും ഈ ഫണ്ടുകളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ലാർജ് ക്യാപ് ഫണ്ടിനെയോ അല്ലെങ്കിൽ മിഡ് ക്യാപ് ഫണ്ടുകളെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലാണ്. എല്ലായ്പ്പോഴും നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺസും പലപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്മോൾ ക്യാപ് ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം 4 വർഷം ഇതിൻ്റെ സുവർണ്ണ കാലം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ കാലയളവിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിക്ഷേപം 2 ഇരട്ടിയും 3 ഇരട്ടിയും 4 ഇരട്ടിയും ഒക്കെ ആക്കിയ ഒട്ടനവധി സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫണ്ടിൽ നിങ്ങൾ നടത്തേണ്ട മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5000 രൂപയാണ്. പക്ഷെ നിങ്ങൾ SIP റൂട്ടിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വെറും 99 രൂപ മാത്രമേ ഉള്ളൂ. ഈ സ്കീമിൻ്റെ റിഡംഷൻ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ചില വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ STP അതായത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനോ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഉപയോഗിച്ചോ പണം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 365 ദിവസത്തിന് മുന്നെയാണ് നിങ്ങളുടെ നിക്ഷേപം ഇതേപോലെ STPയും SWPയും ആക്കി വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂവിൻ്റെ 15% വരെയും ആണ് ഇതിലുള്ള SWPയും STPയും ചെയ്യുന്നതെങ്കിൽ അതിന് റിഡംഷൻ ഫീസ് ആപ്ലിക്കബിൾ അല്ല. എന്നാൽ 15% കൂടുതലുള്ള നിക്ഷേപത്തുകയാണ് നിങ്ങൾ STPയോ അല്ലെങ്കിൽ SWPയോ ആയി വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിന് 1% റിഡംഷൻ ഫീസ് ആപ്ലിക്കബിൾ ആണ്. 365 ദിവസത്തിന് ശേഷമാണ് നിങ്ങളുടെ നിക്ഷേപം പിൻവലിക്കുന്നതെങ്കിൽ ഇതിന് റിഡംഷൻ ഫീസ് ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇതുവരെയായും നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുകയോ KYC ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാകും. ഉള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ മെറൈ അസറ്റ് സ്മോൾ ക്യാപ് ഫണ്ടിൽ ഞാൻ കണ്ട ഒരു വ്യത്യാസം ഞാനിവിടെ പറയാം. സാധാരണയായിട്ട് സ്മോൾ ക്യാപ് ഫണ്ട് കാറ്റഗറിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫണ്ടുകൾ സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച് മിനിമം 65% സ്മോൾ ക്യാപ് കമ്പനികളിൽ നിക്ഷേപം നടത്തണം. 65%-ന് ഉപരിയായി ബാക്കി വരുന്ന 35% ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കാറ്റഗറിയിൽ പെടുന്ന സെക്യൂരിറ്റികളിൽ, അതായത് ലാർജ് ക്യാപ് കമ്പനികളിലോ മിഡ് ക്യാപ് കമ്പനികളിലോ നിക്ഷേപം നടത്താമെന്ന് ഇതിൽ പറയുന്നു. 0 മുതൽ 35% വരെയും ഡെറ്റ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്താം. 0 to അതോടൊപ്പം തന്നെ 0 മുതൽ 35% വരെയും
ഓവർസീസ് മ്യൂച്വൽ ഫണ്ടുകളിലും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലും ഫോറിൻ സെക്യൂരിറ്റികളിലും നിക്ഷേപം നടത്താമെന്ന് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പല സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലും ഇതേപോലെയുള്ള ഒരു പ്രൊവിഷൻ ഞാൻ കണ്ടിട്ടില്ല. ഞാനതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സാധാരണയായിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ വാല്യൂവിൻ്റെ മിനിമം ഒരു 5% സാധാരണയായിട്ട് ഓവർസീസ് മാർക്കറ്റുകളിൽ, അതായത് ഇന്ത്യക്ക് വെളിയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികളിലോ ഫണ്ടുകളിലോ ഒക്കെ നിക്ഷേപം നടത്തണമെന്ന് പലപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 35% വരെയും ഇതേപോലെയുള്ള ഓവർസീസ് മ്യൂച്വൽ ഫണ്ടുകളിലും ഓവർസീസ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലും അതേപോലെ തന്നെ ഫോറിൻ സെക്യൂരിറ്റികളിലും നിക്ഷേപം നടത്താം. അതോടൊപ്പം തന്നെ 0 മുതൽ 10% വരെയും റീറ്റ്സ്, അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളുടെയോ യൂണിറ്റുകളിലും നിക്ഷേപം നടത്താമെന്ന് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടിന് ഉപരിയായിട്ട് വേണമെങ്കിൽ ഒരു മൾട്ടി അസറ്റ് ഫണ്ട് പോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫണ്ടിൻ്റെ ടേംസിൽ പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുന്നതിന് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കളക്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 65% തീർച്ചയായിട്ടും സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിക്ഷേപം നടത്താമെങ്കിൽ തന്നെയും ബാക്കി വരുന്ന 35% മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഫോറിൻ സെക്യൂരിറ്റികളിലോ ഫോറിനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിലോ റീറ്റ്സുകളിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളിലോ അതേപോലെ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലും മറ്റും നിക്ഷേപം നടത്തുവാനായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കാരണം തീർച്ചയായിട്ടും ഈ ഫണ്ട് മാനേജറിന് മാർക്കറ്റിലെ കണ്ടീഷൻസോ ചേഞ്ചസുകളോ അനുസരിച്ച് പോർട്ട്ഫോളിയോയിൽ കാലാകാലങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ മോഡിഫിക്കേഷൻസും ചേഞ്ചസും റീഅലോക്കേഷനും എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൈവേഴ്സിഫൈഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ റിസ്ക് കൂടിയ ഫണ്ടുകളാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സെക്ടറും കൂടി ആണിത്. ഇത് ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുവാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഫണ്ടാണ്. ഇത് നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റിന് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആയിരിക്കണം. ഷോർട്ട് ടൈമിലേക്ക് 6 മാസത്തേനോ 1 വർഷത്തേനോ നിങ്ങൾക്ക് ആവശ്യമുള്ള പണമാണെങ്കിൽ ഇതേപോലെ റിസ്കി ആയിട്ടുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്താതിരിക്കുക. എപ്പോഴും നമുക്ക് ലോങ് ടൈമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ റൂട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. യൂസ്ഫുൾ ആയിട്ടുള്ള 1200-ൽ കൂടുതൽ വീഡിയോകൾ ഈ യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.